തന്നെ സ്നേഹിക്കുന്ന, താൻ ഇഷ്ടപ്പെടുന്ന, തന്നെ പിന്തുണയ്ക്കുന്ന ജനങ്ങളെ വിളിച്ചു കൂട്ടിയിട്ട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഈ കാണുന്ന വലിയ പർവ്വതത്തിനപ്പുറത്ത് നിന്ന് ഒരു വിഭാഗം നിങ്ങളെ ആക്രമിക്കാൻ വരുന്നു എന്ന് ഞാൻ വിളിച്ചു പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ഒന്നടങ്കം അവര് പറഞ്ഞു, ഞങ്ങൾ വിശ്വസിക്കും മുഹമ്മദെ, കാരണം നീ കളവ് പറയൂല, നീ കളവ് പറയൂല. അങ്ങനെ സമ്മതിച്ചു പോരാ. ജനസാഗരത്തിന്റെ മുന്നിൽ നിന്നുകൊണ്ട് പ്രബോധനത്തിന്റെ പ്രഥമ പ്രഭാഷണം ലോകത്തിന്റെ നാരകൻ തുടങ്ങി വെക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂല് പ്രഭാഷണത്തിന് തുടക്കം കുറിക്കുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വിശുദ്ധമായ കലിമത്തിന്റെ പ്രോജ്വല പ്രഭ ആ പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് വാരിയെറിഞ്ഞപ്പോൾ ഞങ്ങളെല്ലാം ഇന്നലെ വരെ സാഷ്ടാംഗം ചെയ്തുകൊണ്ടിരുന്ന ബിംബങ്ങൾ വെറും കല്ലുകളാണെന്ന് പറഞ്ഞ മുഹമ്മദിന്റെ വാക്ക് വിശ്വസിക്കാൻ ആ അറബിക്കൂട്ടത്തിന് കഴിഞ്ഞില്ല. മുസ്ലിമേ, നിങ്ങളെല്ലാവരും സാഷ്ടാംഗം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ബിംബങ്ങൾ കള്ളമാണ്, വെറും കല്ലുകളാണ്, ഒന്നിനും കഴിവില്ലാത്തവരാണെന്ന് പെട്ടെന്ന് വിശ്വസിക്കാൻ അവർക്ക് കഴിയുന്നില്ല. അവിടെ വെച്ചാണല്ലോ അല്ലാഹുവിന്റെ ഹബീബിന്റെ തലയിലേക്ക് ആദ്യമായിട്ട് ഒരു മനുഷ്യന്റെ നാവിൽ നിന്ന് ശാപവർഷം ഇറങ്ങിയത്. തബ്ബല്ലക്കയാ മുഹമ്മദ്, ഏ മുഹമ്മദ്, നീ നശിക്കുമെടാ. ഇന്നലെ വരെ അല്ലമീനായിരുന്നു, ചോദിക്കായിരുന്നു, പക്ഷേ ഇന്ന് മുതൽ നീ ഭ്രാന്തനാണ്, മുഴുപ്രാന്തനാണ്. ഞങ്ങളുടെ ദൈവങ്ങളെ കുറ്റം പറഞ്ഞ മുഹമ്മദ്, നീ നശിച്ചു പോകുമെടാ എന്ന് അബൂ ലഹബ് പറഞ്ഞപ്പോ ആദ്യമായി റസൂലുള്ളാഹിക്ക് ശാപം പറഞ്ഞ ആ മനുഷ്യന്റെ തലയിലേക്ക് ഖുർആനിന്റെ ശാപമന ഇടുപ്പിയായിട്ട് പെയ്തിറങ്ങിയില്ലേ. തബ്ബത്ത് യദാ അബീ ലഹബിൻ വതബ്ബ്